ടീമിലെ മറ്റു താരങ്ങളെ പോലെ നെയ്മർ ജൂനിയർക്ക് ഇനി കളിക്കാൻ കഴിയില്ല എന്ന് അൽ ഹിലാലിൻ്റെ പരിശീലകൻ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അസ്വസ്ഥനായിപ്പോയി. നെയ്മർ ജൂനിയറുടെ വാക്കുകളാണ്. അദ്ദേഹം സാന്റോസിലേക്ക് എത്തി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതുമായൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ഒരു സംസാരവും. ശരിയാണ്, ഒരു പരിശീലകനും ഒരു താരത്തെ പറ്റി അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. അത്രയും നെയ്മർ ജൂനിയർ പരിക്കിൻ്റെ പിടിയിലാണ്. അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ ഒരു സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത്. അതിൻ്റെ ഒരു നമുക്ക് തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം നെയ്മർ ജൂനിയർ പറഞ്ഞ ഒരു ലോകോത്തര താരമാണ്. അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ രാജ്യാന്തര ലെവലിലും ക്ലബ്ബ് ലെവലിലും നമ്മൾ ഒരുപാട് നഷ്ടപ്പെട്ടു. നമുക്ക് കാണേണ്ട ആ ഒരു സാഹചര്യം മെസ്സി റൊണാൾഡോ പോലെ തന്നെ ഓരോ കൂടെ വായിച്ച പേരാണല്ലോ നെയ്മർ. അപ്പോൾ ഒരു പരിശീലകന ഒക്കെ സ്വന്തം ടീമിൻ്റെ ഒക്കെ പരിശീലകൻ, അവനാൻ കളിക്കുന്ന ക്ലബിൻ്റെ ഒക്കെ പരിശീലകൻ തന്നെ ഒരു താരത്തിന് എത്ര തരംതായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമല്ല. ടീമിലെ മറ്റുള്ള താരങ്ങളെ പോലൊന്നും നെയ്മറിന് കളിക്കാൻ കഴിയൂല. അദ്ദേഹത്തിന് പരിക്കിൽ നിന്ന് മുക്തനാവാൻ കഴിയില്ല എന്നുള്ള സംസാരമൊക്കെ അൽ ഹിലാലിൻ്റെ പരിശീലകൻ ഭാഗത്തു നിന്നുണ്ടായി. അതായത് അൽ ഹിലാലിൽ നെയ്മർ തുടരില്ല എന്ന് റിപ്പോർട്ടുകൾ വന്ന സാന്റോസിലേക്കോ മറ്റു ക്ലബ്ബുകളിലേക്കൊക്കെ ചേക്കേറിയാക്കാമെന്ന റിപ്പോർട്ടുകൾ വന്ന സമയത്താണ് ഈ ഒരു ന്യൂസും. ഏതായാലും സാന്റോസിൽ അദ്ദേഹം തിരിച്ചെത്തി നല്ലൊരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച് അദ്ദേഹത്തിന് മാൻ ഓഫ് ദ മാച്ച് അവാർഡും സ്വന്തമാക്കാൻ കഴിഞ്ഞു. എങ്കിലും ടീമിൽ സമനിലയാണ് അദ്ദേഹത്തിന് ആദ്യ മത്സരത്തിലുണ്ടായത്. നെയ്മർ പറഞ്ഞു മത്സരശേഷം, എൻ്റെ ബർത്ത്ഡേ ദിവസത്തിൽ സമനില കിട്ടിയതിൽ ഞാൻ അത്ര തൃപ്തികരമല്ല എന്നുള്ളതൊക്കെ അദ്ദേഹം സംസാരിച്ചു. ഏതായാലും കരുതാം, ഇതൊന്നും തുടങ്ങിയിട്ടുള്ളൂ. അദ്ദേഹം പകരക്കാരനായിട്ടാണ് ഇറങ്ങിയത്. ഇനി ഫുൾ ടൈം ഒക്കെ കളിച്ചിട്ട് സാന്റോസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാല ക്ലബ്ബിൽ തന്നെ ഒന്ന് സെറ്റായിട്ട് ബ്രസീൽ നാഷണൽ ടീമിലേക്കും അതുപോലെ തന്നെ സാന്റോസിൻ്റെ വരുന്ന മത്സരങ്ങളിലൊക്കെ അദ്ദേഹം മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ പഴയ ലെവലിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ടീമിലെ മറ്റുള്ള താരങ്ങളെ പോലെ ഇനി എനിക്ക് കളിക്കാൻ കഴിയില്ല എന്ന് അൽ ഹിലാലിൻ്റെ പരിശീലകൻ പറഞ്ഞതിൽ ഞാൻ ഭയങ്കരമായിട്ട് അസ്വസ്ഥനായി പോയി എന്നുള്ളത്.